കാൽക്കുലേറ്ററും കയ്യിലുണ്ടായാൽ നല്ലത്. ഓക്കെ റൈറ്റ്. സോ ദ ടോപ്പിക് ടുഡേസ് ടോപ്പിക് ഈസ് LMTD പഠിച്ചു അല്ലേ. LMTD പഠിച്ചു. LMTD ഫോർ കൗണ്ടർ ഫ്ലോ ആൻഡ് പാരലൽ ഫ്ലോ. അതിൻ്റെ ഒരു പ്രോബ്ലം ഒക്കെയാണ് നമ്മൾ ചെയ്തെന്ന് തോന്നുന്നു. ഓക്കെ. Thereafter, you want to study about what is LMTD പഠിച്ച കൂടെ തന്നെ വേറൊരു ഫിഗർ, അതായത് ഞാൻ ഒരു ഫിഗർ ഇവിടെ വരക്കാം. ദാറ്റ് ഈസ് ഫോർ പാരലൽ ഫ്ലോ. ഫിഗർ എന്തായിരുന്നു? പാരലൽ ഫ്ലോ. വാട്ട് ഈസ് ദ ഫിഗർ ഫോർ പാരലൽ ഫ്ലോ? ഇങ്ങനെയായിരുന്നു പാരലൽ ഫ്ലോ അല്ലേ. പാരലൽ ഫ്ലോ ഇങ്ങനെയല്ല, ടച്ച് ചെയ്യുക, ഇങ്ങനെയായിരുന്നു ഫിഗർ. കേർവ് ഓർമ്മ, കേർവ് ആയിരുന്നു അല്ലേ. അതേപോലെ കൗണ്ടർ ഫ്ലോ ഉണ്ടായിരുന്നു, ഇങ്ങനെയായിരുന്നു, കേർവ് ആയിരുന്നു. ഓക്കെ. എന്തുകൊണ്ടാണ് ഈ കേർവ് വരുന്നത്? ഹൗ ദ കേർവ് ഒക്കെ ദാറ്റ് ഇസ് എ ഹ്യൂജ് ഡിഫറൻസ് ഓഫ് ടെമ്പറേച്ചർ. ഈ ടെമ്പറേച്ചർ ഡിഫറൻസ് ഇത്രയും വലിയ ഡിഫറൻസ് വരുന്നതുകൊണ്ടാണ് ഇങ്ങനെ കർവ് ഇത്രയും സ്ലോപ്പ് ആയിട്ട് വരുന്നത്. സോ നല്ല ഡിഫറൻസ് ഉണ്ടെങ്കിൽ എന്താവും? ഇങ്ങനെ വലിയ ഗ്രാഫായിട്ട് വരും അല്ലേ. നല്ല ചേഞ്ച് ഉണ്ടെങ്കിൽ വലിയ ഗ്രാഫ് വരും. TH1 and TH2. TH1 and TH2, the difference between the temperature difference TH1 and TH2, if it is a big difference, the curve will become a ഭയങ്കര സ്ലാൻഡ് ആയിട്ടുള്ള ഭയങ്കര വലിയ കർവ് ആയിരിക്കും അല്ലേ. അതപ്പോൾ നേരെ മറിച്ച് ഓപ്പോസിറ്റ് കുറഞ്ഞാലോ, ടെമ്പറേച്ചർ ഡിഫറൻസ് വളരെ കുറവാണെങ്കിൽ എന്താവും? ഇത്രയും വലിയ കർവ് വരില്ല. പകരം കർവിന്റെ വണ്ണം കുറഞ്ഞ് ചിലപ്പോൾ ചെറിയ ഡിഫറൻസ്, ഇഫ് ഇറ്റ് ഇസ് നെഗ്ലിജിബിൾ ഡിഫറൻസ് ആണെങ്കിൽ നമ്മൾ എന്താവും, അത് ചിലപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ ആയി മാറാൻ സാധ്യതയുണ്ട്. ഓക്കെ. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ ആവാനും സാധ്യതയുണ്ട്. ഇഫ് ദർ ഇസ് എ ടെമ്പറേച്ചർ ഡിഫറൻസ് TH1 TH2, if it is a big difference, the curve will become a slant slope. Okay. But if the values of the TH1 and TH2 difference, the TH1 minus TH2, the difference if it is a very small, the curve will be shifted to a straight line അല്ലേ. സ്ട്രെയിറ്റ് ലൈനിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യപ്പെടും. സ്ട്രെയിറ്റ് ലൈൻ ആണെന്നല്ല, സ്ട്രെയിറ്റ് ലൈനിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടും. ഓക്കെ. സോ അങ്ങനെയുള്ള കേസ് നമ്മൾ θm. സോ അങ്ങനെയുള്ള കേസ് ദാറ്റ് ഈസ് LMTD, ലോഗരിതമിക് മീൻ ടെമ്പറേച്ചർ ഡിഫറൻസ്. വി ആർ ടേക്കിംഗ് ദ ടെമ്പറേച്ചർ ഡിഫറൻസ് ബിക്കോസ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല TH1 എവിടെയാണുള്ളത്, TH2 എവിടെയാണുള്ളത്. സോ ആ ഒരു സ്ലാൻഡ് ഹൈറ്റ് വരുന്നതാണ് വി ആർ ടേക്കിംഗ് എ ലോഗരിതമിക് മീൻ ടെമ്പറേച്ചർ ഡിഫറൻസ് LMTD, റൈറ്റ്. ലോഗരിതമിക് മീൻ ടെമ്പറേച്ചർ ഡിഫറൻസ് LMTD. സോ ഇഫ് ഇതാണ്. സോ ഇഫ് ദ സ്ലോപ്പ് ഈസ് വെരി, സ്ലോപ്പ് 0 ആവുകയാണെങ്കിൽ, അതായത് സ്ലോപ്പ് 0 ആവുന്ന കണ്ടീഷൻ പറഞ്ഞാൽ അത് സ്ട്രെയിറ്റ് ലൈനിൽ മാറുകയാണെങ്കിൽ, വിച്ച് മീൻസ് ദ ടെമ്പറേച്ചർ ഡിഫറൻസ് ബിറ്റ്വീൻ TH1 TH2 ദാറ്റ് ഈസ് θ1 ഓർ θ2. θ1 θ2 അല്ല, θ1 മൈനസ് θ2, ആ ഡിഫറൻസ് ഉണ്ടല്ലോ അപ്പുറത്തും ഇപ്പുറത്തുള്ളത്, അത് കുറഞ്ഞു വരികയാണെങ്കിൽ വി ക്യാൻ ടേക്ക് അരിത്തമെറ്റിക് മീൻ ടെമ്പറേച്ചർ ഡിഫറൻസ് ഇൻസ്റ്റെഡ് ഓഫ് ലോഗരിതമിക് ഡിഫറൻസ്, AMTD. ദാറ്റ് ഈസ് ദ ടേം AMTD. If the temperature difference between TH1 and TH2, inlet and outlet, if you can say the particular definition ഞാൻ പറഞ്ഞുതരാം. LMTD means, AMTD means, and the temperature variation of the fluids, and the temperature variations of fluid is relatively small the curves are approximately straight lines. Curves are approximately straight lines. Okay, straight lines. So please, അതൊരു കാര്യം അറിയാം, എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ, മീൻസ് ഇനി നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടെങ്കിൽ അതിനൊന്ന് പേഴ്സണലായിട്ട് അറിയിക്കുക കേട്ടോ. റൈറ്റ്. സോ ഹിയർ പറഞ്ഞു വന്നത് അരിത്തമെറ്റിക് ടെമ്പറേച്ചർ. ഓക്കെ, 1 minute. ഓക്കെ, ഡൺ. സോ അങ്ങനെയാണെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻസ്. ഓക്കെ. സോ we can take the accurate results are obtained. Therefore, accurate results are obtained by taking arithmetic mean temperature difference, that is AMTD. AMTD equal to LMTD നമ്മൾ പഠിച്ചത് θ1 minus θ2 by log ln θ1 by θ2 അല്ലേ. സോ ഹിയർ ഇവിടെ അത്ര വലിയ ഇക്വേഷൻ ഒന്നുമില്ല. ദാറ്റ് ഈസ് AMTD എന്ന് പറഞ്ഞാൽ TH1 plus TH2 by 2 minus TC1 plus TC2 by 2. ഓക്കെ, അപ്പോൾ ഇതെടുക്കാം AMTD. അപ്പോൾ LMTD എടുക്കണ നേരം നമുക്ക് AMTD എടുത്തിട്ടും സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ ഈ കണ്ടീഷൻ വരില്ല. ഇതൊരു തിയറി ആയിട്ട് പഠിക്കാൻ മാത്രമേ ഉള്ളൂ. AMTD പ്രോബ്ലംസ് വരുമോ ഇല്ല നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ നോക്കാം. യു വാണ്ട് ടു സ്റ്റഡി ദ തിയറി ദാറ്റ്
ദാറ്റ് ഈസ് TH1 പ്ലസ് TH2 മൈനസ് TC1 പ്ലസ് TC2/2. ഇത് നമുക്ക് വേറെ രീതിയിൽ എഴുതാം. എങ്ങനെ? ദാറ്റ് ഈസ് ഇതൊരു ബ്രാക്കറ്റിലാണല്ലോ, നമുക്ക് y2 ഒരുമിച്ചാക്കി എഴുതാമല്ലോ. y2 നമുക്ക് ഒരുമിച്ചാക്കി എഴുതാം. സോ ഒരുമിച്ചാക്കി എഴുതുമ്പോൾ മൈനസ് ഉള്ളിലേക്ക് വേണ്ടിയപ്പോൾ മൈനസ് TC1 മൈനസ് TC2 എന്നൊക്കെ വരിക. സോ റീഅറേഞ്ച് ചെയ്ത് ഒരുമിച്ച് നമുക്ക് θ1 θ2 ടേമിലേക്ക് മാറ്റാം. ദാറ്റ് ഈസ് ഫോർ പാരലൽ ഹീറ്റ് എക്സ്ചേഞ്ചർ വി ക്യാൻ ദാറ്റ് ഈസ് θ1 എന്താണ്? TH1 മൈനസ് TC1. ഓക്കെ, ആൻഡ് θ2 എന്താണ്? TH2 മൈനസ് TC2. സോ we can write particular equation like this: TH1 minus TC1, okay, plus TH2 minus TC2 whole divided by 2. ശരിയല്ലേ? നമ്മൾ ഡിവൈഡ് ബൈ 2 ആക്കി നമുക്ക് θ1 θ2 എന്ന ടേമിലേക്ക് നമ്മൾ മാറ്റി. ഓക്കെ, we convert the particular equation into θ1 and θ2, right? So the equation we can it as AMTD equal to θ1 plus θ2 divided by 2. That is the particular equation for AMTD. AMTD. That is in the case when the curve shifted to a straight line where the temperature difference variation with the fluids became very low, we can write the particular equation as AMTD, that is TH1 plus TH2/2. That is hot in the arithmetic mean നമുക്കറിയാം അല്ലേ? arithmetic mean of 1 plus 2 എന്താണ്? 1 plus 2/2 അല്ലെങ്കിൽ 5 and 6 എന്ന് പറയുമ്പോൾ 5 plus 6/2. arithmetic mean നമുക്കറിയാം. So arithmetic mean of hot fluid minus cold fluid, അതാണ് TH1 plus TH2, hot fluid divided by 2 minus arithmetic of hot fluid minus arithmetic of cold fluid, that is θ1 plus θ2/2 നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം. ഓക്കെ, റൈറ്റ്. ഓക്കെ, അപ്പോൾ അടുത്തൊരു ടോപ്പിക്ക് അതിൻ്റെ കൂടെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് കറക്ഷൻ ഫാക്ടർ. കറക്ഷൻ ഫാക്ടർ വരുന്നത് എപ്പോഴാണെന്ന് ഞാൻ പറഞ്ഞത്. ദാറ്റ് ഈസ് കറക്ഷൻ ഫാക്ടർ എഫ്. സോ നമ്മൾ ഇതുവരെ പഠിച്ച ഇക്വേഷൻസ് ദാറ്റ് വി ഹാവ് സ്റ്റഡി സിംഗിൾ പാസ് എന്ന് പറഞ്ഞ യൂണിറ്റ് ആണ് നമ്മൾ പഠിച്ചത്. ദാറ്റ് ഈസ് LMTD AMTD ഫോർ ഇക്വേഷൻ. ദാറ്റ് θ എന്നെടുത്ത ഇക്വേഷൻ അല്ല, θ എന്നെടുത്ത ഇക്വേഷൻ നമ്മളിപ്പോൾ എഴുതിയ Q = UA × θm അല്ല, ഇക്വേഷൻ അതായിരുന്നില്ലേ? Q = UA θm എന്ന ഇക്വേഷൻ നമ്മൾ എടുത്തത് സിംഗിൾ പാസ് എന്ന് പറഞ്ഞൊരു ഇക്വേഷനാണ്. സിംഗിൾ പാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എ ഷെൽ ഈസ് ദർ. ഷെല്ലിൽ പാരലാണെങ്കിൽ ഇങ്ങനെയുള്ള ഫ്ലോ നടക്കും, കൗണ്ടർ ആണെങ്കിൽ ഇങ്ങനെ ഫ്ലോ നടക്കും. For only a shell, only a single pass is there എന്ന കണ്ടീഷൻ നമ്മൾ എടുത്തത്. സോ ഫോർ if there occur a multiple pass അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഷെൽ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ട്യൂബ് അങ്ങനെയുള്ള കേസ് ഹീറ്റ് എക്സ്ചേഞ്ചർ വന്നു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ദാറ്റ് ഈസ് if there is a 2 ഷെൽ, 2 ഷെല്ല് വന്നു ഫോർ എ സിംഗിൾ ഹീറ്റ് എക്സ്ചേഞ്ചറിൽ, അതായത് ഫ്ലോ നടക്കുന്നത് ഇങ്ങനെ. ഓക്കെ, ഇസ് സിംഗിൾ പാസേജ് ആൻഡ് സിംഗിൾ ട്യൂബ് അല്ലെ? സിംഗിൾ പാസേജ് സിംഗിൾ ട്യൂബ് ആണ് ആദ്യത്തേത്, നമ്മൾ സാധാരണ ഇപ്പൊ ചെയ്തത്. ഇപ്പൊ ഇപ്പം ഇത് തന്നെ ഇതെന്താ? ഡബിൾ ഷെൽ ആൻഡ് 1 or more 2 or more ട്യൂബായി. ഇവിടെ ചിലപ്പം 2 ഷെൽ ഉണ്ടെങ്കിലും ഒരു പാസേജ് ഒരു ട്യൂബ് മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഡിഫറെന്റ് കേസ് വരാം. സോ ഇഫ് ദർ ഈസ് ആ സിംഗിൾ, നമ്മുടെ ആദ്യത്തെ കണ്ടീഷൻ ഒഴികെ ബാക്കിയുള്ള കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ, ഇഫ് ദർ ഈസ് എ മൾട്ടിപ്പിൾ പാസ്, θ1 നമ്മൾ സാധാരണ θm എന്നായിരുന്നു അരിത്തമെറ്റിക് മീൻ. θm = അല്ലെങ്കിൽ LMTD = θ1 minus θ2 divided by ln θ2/θ1. That is the log LMTD equation for a single passage. Okay, single passage in equation ആണ് θ, that is θm. If there is a multiple pass shell or multiple number of tubes are there, ഓർ ക്രോസ് ഫ്ലോ, നമ്മൾ ക്രോസ് ഫ്ലോ പഠിച്ചിരുന്നു. ഇങ്ങനെയുള്ള ഫ്ലോ നടക്കുന്നത് കൂടെ ഇങ്ങനെ ഫ്ലോ നടക്കുന്നത് ക്രോസ് ഫ്ലോ എന്ന് പറയും. അപ്പോൾ ഇതൊരു ക്രോസ് ഫ്ലോ ഉണ്ടാവുന്നതും മൾട്ടി പാസ് ഉണ്ടാവുന്നതും മൾട്ടിപ്പിൾ ഷെൽ ഉണ്ടാവുന്നതും മൾട്ടിപ്പിൾ ട്യൂബ് എന്നതും അങ്ങനെ ഡിഫറെന്റ് മൾട്ടിപ്പിൾ കേസ് വന്നു കഴിഞ്ഞാൽ there will be a particular equation ഇത് അപര്യാപ്തമായി വരും. We cannot use the particular equation of Q = UA θm എന്നുള്ള ഇക്വേഷൻ നമുക്ക് എടുക്കാൻ പറ്റാതെ വരും. Okay, this is single passage equation. So but for a particular case, for a multiple pass or a particular cross flow, multiple pass to പറയുമ്പോൾ shell and tube multiple ആയിട്ട് വരുന്നത്, shell and tube multiple case, we are taking the equation as Q = UA θm തന്നെ, പക്ഷേ എടുക്കൊരു F എന്ന ടേം വരും, UA F θm. Okay, UAF θm, where F =
correction factor. F equal to correction factor. So correction factor is a multiple. We are multiplying the particular F into the particular equation Q equal to UA theta M, where the particular number of multiple shell occurs or multiple tube occurs, cross flow occurs. Cross flow in a problem, multiple shell in a problem, multiple shell and tube in a problem. ഒക്കെയാണ് നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്യുന്നത്. U F theta M. So F എന്നുള്ളതിന്റെ വാല്യൂ ആണ്. ഓക്കെ, സോ F will be occurring ഒരു വാല്യൂ ഉണ്ടാണ് എഫിന്. ഓക്കെ, F will have some value. എഫിന് ഒരു വാല്യൂ ഉണ്ടാകണം. So we can calculate the particular value of F by using two method. രണ്ട് ടൈപ്പ്. നമ്മൾ എവിടെയാണ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഡാറ്റ ബുക്കിൽ നിന്ന് എടുക്കുന്ന വാല്യൂസ് ആണ്. ഓക്കെ, സോ കറക്ഷൻ ഫാക്ടർ F can be calculated. F can be calculated by using ഞാൻ തിയറി അങ്ങനെ കാര്യമായിട്ട് എഴുതുന്നില്ല. മീൻസ് തിയറി ഞാൻ നോട്ടിൽ എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ യൂണിവേഴ്സിറ്റി ഇട്ടിട്ടുണ്ട്. എന്താണ് നോട്ട് എന്നുള്ളത് കൃത്യമായിട്ട് ഇട്ടിട്ടുണ്ട്. സോ അതിൻ്റെ കൂടെ ഞാൻ ഇതിപ്പോൾ എന്താണെന്ന് പറഞ്ഞുതരാൻ മാത്രമേ ഞാൻ പറയുന്നത്. ഓക്കെ, F can be calculated by using two types of ratio. രണ്ട് റേഷ്യോ വെച്ചിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ എഫ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, two ratios. That is, first one is capacity ratio and temperature ratio. Temperature ratio and capacity ratio. Using temperature ratio P and capacity ratio R. Simple ആണ്, capacity ratio R. Okay, temperature ratio P and capacity ratio R, where temperature ratio P equal to ratio of the rise in temperature of cold fluid to difference in inlet temperature. Okay, rise in temperature of cold fluid, ratio of rise in temperature of cold fluid divided by ratio of difference in inlet temperature. Difference in inlet temperature of two fluids. That is, we can write it as TC2 minus TC1. Difference rise in temperature of cold fluid. Cold fluid in the high temperature TC2 ആണ്, low temperature TC1 divided by difference in inlet temperature. Inlet temperature എന്താണ്? TH1 minus TC1. Parallel flow ന്റെ അതിന്റെ കേസിലായിട്ട് നമ്മൾ എടുക്കുന്നത്. So temperature ratio P, capital P equal to TC2 minus TC1 divided by TH1 minus TC1. That is, rise in temperature of cold fluid divided by difference in inlet temperature of two fluid. Okay, that's temperature ratio. And capacity ratio equal to product of the mass flow rate to rate of heat capacity of the fluid. അതായത് ഹോട്ട് ഫ്ലൂയിഡിൻ്റെയും കോൾഡ് ഫ്ലൂയിഡിൻ്റെയും പ്രൊഡക്റ്റ് ഓഫ് ദി മാസ് ഫ്ലോ റേറ്റ് ആൻഡ് നമ്മുടെ എം ഡോട്ട് സി എന്നുള്ള സിക്വേഷൻ ഉണ്ടല്ലോ, എം ഡോട്ട് സി, ദാറ്റ് ഈസ് പ്രൊഡക്റ്റ് ഓഫ് ദി മാസ് ഫ്ലോ റേറ്റ് ആൻഡ് സ്പെസിഫിക് വോളിയം ഓഫ് ഹോട്ട് ഫ്ലൂയിഡ് ടു കോൾഡ് ഫ്ലൂയിഡ്. അതായത് ഞാൻ അങ്ങനെ എഴുതുന്നില്ല, അങ്ങനെ നേരിട്ട് എഴുതാം. ദാറ്റ് ഈസ് എം ഡോട്ട് സി സി പി സി ഡിവൈഡ് ബൈ എം ഡോട്ട് എച്ച് സി പി എച്ച്. ദാറ്റ് ഈസ് പ്രൊഡക്റ്റ് ഓഫ് ദി മാസ് ഫ്ലോ റേറ്റ് ആൻഡ് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് ദി കോൾഡ് ഫ്ലൂയിഡ് ഡിവൈഡ് ബൈ ഹോട്ട് ഫ്ലൂയിഡ്. Ratio of the product of the mass flow rate times heat capacity of the fluids, cold fluid and hot fluid. അങ്ങനെ എഴുതണം വേറെ എഴുതിക്കോ. പ്രൊഡക്റ്റ് ഓഫ് ദി മാസ് ഫ്ലോ റേറ്റ് ആൻഡ് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് കോൾഡ് ഫ്ലൂയിഡ് ഡിവൈഡ് ബൈ അതേ സാധനം തന്നെ ഹോട്ട് ഫ്ലൂയിഡ്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ കാണാമെന്നുള്ളത്, ഇതിനൊരു ഇക്വേഷൻ ആണല്ലോ, ഈ TC2 TC1 എന്നുള്ള ഒരു ഇക്വേഷൻ ഉണ്ടോ. നമുക്കറിയാം എം ഡോട്ട് സി പി സി ഓഫ് TC2 മൈനസ് TC1, അതായത് ക്യൂ വാല്യൂ അല്ലേ, ക്യൂ ഈക്വൽ ടു എം ഡോട്ട് സി പി സി TC2 മൈനസ് TC1 ഈക്വൽ ടു എം ഡോട്ട് എച്ച് സി പി എച്ച് TH1 മൈനസ് TH2. അതായത് എം സി ഡെൽറ്റ ടി എന്നുള്ള കേസ്. എം സി ഡെൽറ്റ ടി ഒരു ഫ്ലോ നടക്കുമ്പോൾ, ഹീറ്റ് എക്സ്ചേഞ്ചിനുള്ള ഫ്ലോ നടക്കുമ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ആ സ്ഥലത്തുള്ള ക്യൂ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ഹോട്ട് ഫ്ലൂയിഡ് നിന്ന് പുറത്തേക്ക് പോകുന്ന ഹീറ്റ് ഈക്വൽ ടു പെർട്ടിക്കുലർ അതേ സ്ഥലത്തുള്ള കോൾഡ് ഫ്ലൂയിഡ് റിസീവ് ചെയ്യുന്ന ഹീറ്റിന് ഈക്വൽ ആയിരിക്കും. റൈറ്റ്, ദാറ്റ് ഈസ് ആ ടോട്ടൽ ക്യൂ. ഏത് പോയിന്റ് എടുത്താലും നമുക്ക് ഈ ഏത് ഇക്വേഷൻ വെച്ചിട്ട് എഴുതാം.
Okay, so m dot c cpc of tc2 minus tc1 of cold fluid, nc delta t of cold fluid equal to m dot h cph th1 minus th2. ഇപ്പോൾ tc2 minus tc1 ആണ്, that is tc2 ആണ് higher, ഇപ്പോൾ th1 th2 ആണ്, th1 higher. Okay, നമുക്ക് ഈ ഇക്വേഷൻ അറിയാം. So from this equation m dot c cpc divided by m dot h cph ഡയറക്റ്റ് ആയിട്ട് ഇക്വേഷൻ നമുക്ക് എടുക്കാം. That is you can write th1 minus th2 divided by tc2 minus tc1 അല്ലേ. m dot c cpc divided by m dot cph equal to th1 minus th2 divided by tc2 minus tc1. So that is the equation for capital R. R equal to അതാണ് കപ്പാസിറ്റി റേഷ്യോ R എന്ന് പറയുന്നത്, കപ്പാസിറ്റി റേഷ്യോ R. So the equation for അത് ബോക്സ് ചെയ്ത് വെക്കുക നിങ്ങൾ, keep it in a box that temperature of P equal to tc2 minus tc1 divided by th1 minus tc1 and capacity ratio R equal to th1 minus th2 divided by tc2 minus tc1. So നമുക്ക് ഇൻ്റെ ടെമ്പറേച്ചർ ഔട്ട് ടെമ്പറേച്ചർ ഒക്കെ ക്വസ്റ്റ്യൻ തരുമല്ലോ. സോ എങ്ങനെയാണ് നമ്മൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നാണ് ഞാൻ പറയാൻ വരുന്നത്. ഓക്കെ, നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻ കിട്ടിയെന്ന് വിചാരിക്കുക. സോ ജസ്റ്റ് അസ്യൂം ദാറ്റ് വി ഗോട്ട് എ ക്വസ്റ്റ്യൻ. So inner temperature of hot fluid, cold fluid is given. In outer temperature of hot fluid, cold fluid is given. So TH1, TH2, TC1, TC2 already is given. അപ്പോൾ നമുക്കൊന്ന് കണ്ടുപിടിക്കാം. നമുക്ക് ഈ Q ആണ് കണ്ടുപിടിക്കാൻ വിചാരിക്കുക. Q ഈക്വൽ ടു UA, എന്തായിരുന്നു ഇക്വേഷൻ? UA F തീറ്റ. തീറ്റ നമുക്കറിയാം. തീറ്റ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ θ1 മൈനസ് θ2 ഡിവൈഡ് ബൈ ലോഗ് θ2 θ1 കണ്ടുപിടിക്കാം. ആഫ്റ്റർ ഏരിയ തന്നിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിക്കാം. ഈ ട്രാൻസ്ഫർ ഈ ട്രാൻസ്ഫർ എച്ചിൻ്റെ വാല്യൂ വന്നിട്ടുണ്ടെങ്കിൽ 1/h1 പ്ലസ് 1/h2 എന്ന് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാം. സോ എഫും കൂടി കാണണം അല്ലേ. ഫോർ എ ക്വസ്റ്റ്യൻ ഈസ് ആസ്കിംഗ് ലൈക്ക് ദാറ്റ് മൾട്ടിപ്പിൾ പാസ് ഷെൽ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ നമ്പർ ഓഫ് 2 ഷെൽ 3 ഷെൽ എന്നൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ എടുക്കേണ്ടത്. സോ യു വാണ്ട് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് എഫ്. സോ വെരി ഇമ്പോർട്ടൻറ്റ്, ടേക്ക് യുവർ ഡാറ്റ ബുക്ക് പേജ് നമ്പർ 152 152 പേജ്, ദാറ്റ് ഈസ് ഹീറ്റ് എക്സ്ചേഞ്ചറിൻ്റെ പേജ് എടുക്കുക. നിങ്ങളുടെ പേജ് നമ്പർ മാറ്റുകയാണെങ്കിൽ നിങ്ങൾ വ്യത്യസ്തമായിട്ട് എടുക്കുക. സോ ടേക്ക് പേജ് നമ്പർ ഓഫ് ഹീറ്റ് എക്സ്ചേഞ്ചറിന് സ്റ്റാർട്ടിംഗ് പേജ് എടുക്കുക. ഞാനെടുത്ത് കാണിച്ചു തരാം. ഓക്കെ, സോ നമുക്ക് അതിന് മുമ്പ് ഞാൻ പറയാനുള്ളത് തന്നിരിക്കുന്ന ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് എഫ് കാണണം. എഫ് കാണണമെങ്കിൽ ആദ്യം പിയും ആറും കാണാം. ഓക്കെ, പി ആൻഡ് ആർ, ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് പി ആൻഡ് ആർ കണ്ടുപിടിക്കാൻ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ വാല്യൂസ് കൊടുത്താൽ മതി. TC2, TC1, TH1, TC1. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ആറ് കണ്ടുപിടിക്കാൻ നമുക്ക് TH1, TH2, TC2, TC1 കൊടുത്തു കഴിഞ്ഞാൽ we can find the value of P and R കിട്ടിയെന്ന് വിചാരിക്കുക. Okay, value of P and R calculate ചെയ്തു. So please take your data book page number 152. Take your data book of page number 152. Okay, 152. Okay, അപ്പം എൻ്റെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് ഇതാണ് 151 and 152. എൻ്റെ കയ്യിൽ 151 ആണുള്ളത്. സോ
Halo, 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 halo. ഓക്കെ, താങ്ക് യു ഫോർ താങ്ക് യു. കട്ടായി പോയത് കറണ്ട് പോയതാണ്. ഓക്കെ, സോറി. സോ താങ്ക് യു ഫോർ അലേർട്ട്. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഓഡിബിൾ അല്ലേ? Yes, sir. ഓക്കെ ഓക്കെ, ശരി. സോ നമ്മൾ പറഞ്ഞിരുന്നത് ഇതാണ്. NTU ബത്തിൽ പഠിക്കാനുണ്ട്. അതെന്താണെന്ന് അടുത്ത ക്ലാസ്സിലേക്ക് വരുമ്പോൾ പറഞ്ഞുതരാം. ഇക്വേഷൻ ഇതാണ്. ഓക്കെ, അതിൻ്റെ കൂടെ നമുക്ക് പഠിക്കാനുള്ളത് ഇതാണ്. എഫ് ഇൻറ്റു യു എ തീറ്റ. നമ്മൾ കണ്ടുപിടിച്ചു എഫ് എങ്ങനെ കണ്ടുപിടിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരുന്നു. എഫ് കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഞാൻ പറഞ്ഞു തീറ്റ നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ വെച്ചിട്ട് നമ്മൾ എഫ് പിയും കാണുക, ആറും കാണുക, പിയും ആറും കാണുക. എന്നിട്ട് താഴോട്ട് വരിക. ക്വസ്റ്റ്യൻ ഏതാണ് ക്വസ്റ്റ്യൻ നോക്കുക. ഇത് കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യനായ പലതരത്തിലുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, പലതരത്തിലുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. അതായത് ഇപ്പം ഞാൻ പറഞ്ഞത് ഒരുപാട് ശൈലിയുള്ളതും ഒരുപാട് ഇതുള്ളതും, ഇനി മാത്രമല്ല ഈ പറഞ്ഞ ഓപ്പൺ സിസ്റ്റത്തിൽ രണ്ട് ഫീൽഡ് നമ്മൾ മിക്സ് ആവുന്നതും മിക്സ് ആവാത്തതും പറഞ്ഞ ക്വസ്റ്റ്യൻസ് പല കാര്യത്തിൽ ചോദിക്കാം. സോ ഓരോന്നിനും നമുക്ക് വേറെ വേറെ കണ്ടുപിടിക്കാനുള്ള ഓപ്ഷൻ കൂടിയുണ്ട്. താഴോട്ട് വന്നു കഴിഞ്ഞാൽ യു ക്യാൻ ഫൈൻഡ് ദ വാല്യൂ. ഇതാ ഇവിടെ പേജ് നമ്പർ 158 എനിക്കുള്ളത്. നിങ്ങൾക്ക് എത്രയാണെന്ന് നോക്കാം. ഓക്കെ, കറക്ഷൻ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഈ ഫിഗറൊക്കെ കൊടുത്തതിന് തൊട്ട് താഴത്തെ പേജ് 158 ആണ്. കണ്ടോ, കറക്ഷൻ ഫാക്ടർ ഫ്ലോ കണ്ടുപിടിക്കാൻ കൊടുത്ത് ഫോർ ഹീറ്റ് എന്നിട്ട് വൺ ഷെൽ പാസ്, സിംഗിൾ ഷെല്ലിൽ ആൻഡ് 2 മോർ മൾട്ടിപ്പിൾ പാസ്. ഒരു ഷെല്ലും 2 4 അധികമോ ട്യൂബുകളും. ഓക്കെ, താഴോട്ട് ഫിഗർ ഉണ്ട്. കറക്ഷൻ ഫാക്ടർ ഫോർ 2 ഷെൽ ആൻഡ് 480 അതിന് മുകളിൽ വരുന്ന ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനുള്ള ഫിഗർ. ഓക്കെ, താഴെ വരുന്നത് കറക്ഷൻ ഫാക്ടർ ഫോർ എ സിംഗിൾ പാസ് ക്രോസ് ഫ്ലോ. സിംഗിൾ പാസ് ക്രോസ് ഫ്ലോ, വൺ ഫ്ലൂയിഡ് മിക്സ്ഡ് അതർ അൺമിക്സ്ഡ്. ഞാൻ പറഞ്ഞു ക്രോസ് ഫ്ലോ എന്തുണ്ട്, ക്രോസ് ഫ്ലോ രണ്ടെണ്ണം പറഞ്ഞിട്ടുണ്ട്. മിക്സ് ആവുന്നതും ഒന്നും മറ്റേത് മിക്സ് ആവുന്നതും, രണ്ട് മിക്സ് ആവാതിരുന്നതും, രണ്ട് മിക്സ് ആവുന്നൊക്കെ പറഞ്ഞ കണ്ടീഷൻ ഒക്കെ ഉണ്ടെന്ന് ക്രോസ് ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ എന്നാണ് പറഞ്ഞിരുന്നു. സോ ക്രോസ് ഫ്ലോയുടെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അത് ഒരു ഫ്ലൂയിഡ് മിക്സ്ഡ് മറ്റേ അൺമിക്സ്ഡ് ആയ ക്വസ്റ്റ്യൻസ് വരാം. അതിനകത്ത് കണ്ടുപിടിക്കേണ്ട ഫിഗറാണിത്. ഇനി ബട്ട് ബോത്ത് ഫ്ലൂയിഡ് അൺമിക്സ്ഡ്, രണ്ട് ഫ്ലൂയിഡ് മിക്സ് ആവാത്ത കണ്ടീഷനാണ് ഇത്. ഓക്കെ, അങ്ങനെ ഓരോ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, എഫക്റ്റീവ്നെസ് അതില്ല. അപ്പൊ ഇതൊരു 4-5 ഫിഗർ നിങ്ങൾക്ക് കാണിച്ചു തന്നു ഞാൻ. സോ ഇതിലൂടെ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്, എഫിന്റെ വില കണ്ടുപിടിക്കാൻ പോകുന്നതാണ്. അപ്പൊ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ എടുത്ത് ഞാൻ പറഞ്ഞുതരാം. ഈ എക്സാമ്പിൾ എടുക്കും. ഫസ്റ്റ് എക്സാമ്പിൾ എടുത്തോ. നമ്മൾ എന്ത് കണ്ടുപിടിച്ചു, പിന്റെയും വാല്യൂ ആറിന്റെ വാല്യൂ കണ്ടുപിടിച്ചു അല്ലെ. പിന്റെ വാല്യൂ ആറിന്റെ വാല്യൂ. അപ്പോൾ ഏത് ക്വസ്റ്റ്യൻ ആണെന്ന് നോക്കുക, സിംഗിൾ പാസ് മൾട്ടിപ്പിൾ ഏതാണെന്ന് നോക്കുക, നേരെ ഡാറ്റ എടുക്കുക, ആ ഫിഗർ എടുക്കുക. നമുക്ക് വേറെ ഫിഗർ എടുക്കാം. എടുക്കും പിന്റെ വാല്യൂ എക്സാക്ട് പിന്റെ വാല്യൂ 0.1 0.0 ഒന്നായിട്ടുണ്ടാവും. എന്തായാലും ഒന്നായിട്ടുണ്ടാവുക. സോ എവിടെയാണ് വരുന്നത് നോക്കാം. നമുക്ക് ഫോർ എക്സാമ്പിൾ ഞാൻ പറയുന്നു, എനിക്ക് 0.55 ആണ്. 0.55 വാല്യൂ ആണ് പിന്റെ വാല്യൂ വരുന്നത്. അപ്പോൾ പി എവിടെയാണ് ഞാൻ ദിവസം കാണിക്കാം. 0.5 ഇവിടെ 0.6 0.5 കറക്റ്റ് നടുക്ക് വരും. കറക്റ്റ് നടുക്ക് വരും പിന്റെ വാല്യൂ. പിന്നെ ആറിന്റെ കണ്ടുപിടിച്ചോ. ആറിന്റെ ആണ് ഈ കറുത്ത ലൈൻസ് കാണുന്നത്. ചെരിഞ്ഞ് വരുന്ന ലൈൻസ് ആറിന്റെ വാല്യൂ ആണ്. അതായത് 6 4 3 2 1.5 1 0.8 0.6 0.4 0.2 അങ്ങനെ ഒരുപാട് ലൈൻസ് കാണാം. ഓക്കെ, ഒരുപാട് ലൈൻസ് കാണാം. അപ്പൊ എവിടെയാണ് നമുക്ക് അത് വരുന്നത്? അപ്പൊ 0.59 ആയിരിക്കും. അപ്പൊ 0.6 ആക്കി എടുക്കാം. അപ്പൊ നമുക്ക് 2ഉം 5ഉം 1 ഒക്കെ കൃത്യമായിട്ട് കിട്ടണമെന്നില്ല. 1.23 എന്നൊക്കെ കിട്ടാം. അപ്പൊ അതിന് കണക്കായ ലൈൻ അസ്യൂം ചെയ്യാൻ വേണമെങ്കിൽ അല്ലെ, ഇവിടെ ഉത്തരം ഇങ്ങനെ വരുന്ന ലൈൻ ഈ നടുക്ക് ലൈൻ വരുന്ന അസ്യൂം ചെയ്യാം. അപ്പൊ ഞാൻ പറയുന്നത് നമ്മളുടെ ഈ പി എന്നുള്ള പോയിന്റ്, ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ഉള്ള വാല്യൂന് കാണിച്ചു തരാം. 0.4 ആണ് നമുക്ക് കിട്ടിയെന്ന് വിചാരിക്കുക. 0.4 ആണ് പിന്റെ വാല്യൂ കിട്ടിയത്. ആറിന്റെ വാല്യൂ കിട്ടിയത് 1.5 ആണെന്ന് വിചാരിക്കുക. അപ്പം 0.4 നമ്മളെ പിന്റെ വാല്യൂ എവിടെയാണ് കിട്ടിയത് അവിടെ നിന്ന് പോയിന്റ് വെച്ചിട്ട് ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കുക. എന്നിട്ട് നമുക്ക് വേണ്ട കർവ് എവിടെയാണോ, ആറിന്റെ വാല്യൂ ഉള്ള കർവ് ഉണ്ടല്ലോ, അത് എവിടെയാണോ അവിടെ ജോയിൻ ചെയ്യുന്ന പോയിന്റ്. ഇപ്പം ഞാൻ പറഞ്ഞു 1.5 ആണെന്ന് പറഞ്ഞു. ഓക്കെ, 1.5 ആണെങ്കിൽ 0.4 എന്നുള്ള പിന്റെ വാല്യൂ മുകളിലേക്ക് എടുത്ത് നമ്മൾ ആറിന്റെ വാല്യൂ 1.5 ആണ്. ആറിന്റെ 1.5 വരുന്ന കർവ് കൂടിയാണോ വരുന്നത്, ഈ കർവ് ആണെങ്കിൽ അവർ ടച്ച് ചെയ്യുന്ന പോയിന്റ്. ഓക്കെ, അതിന്റെ അടുത്ത ഭാഗത്തുള്ള ഈ y ആക്സിലുള്ള വാല്യൂ.
വൈ ആക്സിൽ വാല്യൂ ആണ് എഫ് എന്ന് പറയുന്നത്. കറക്ഷൻ ഫാക്ടർ എഫ് 0.5, 0.6, 0.7, 8, 9, 10. നടുക്കുള്ള വാല്യൂ ഏതുമായിരിക്കും നമുക്ക് എഫ് ന്റെ വാല്യൂ ഉണ്ടാവുക. അപ്പോൾ ഏത് വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ഫസ്റ്റ് യു വാണ്ട് ഫൈൻഡ് പി വാല്യൂ കാണുക, ആറിന്റെ വാല്യൂ കാണുക. ആറിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ലൈൻസ് ആണ്. ഇപ്പോൾ ലൈൻസ് നമുക്ക് കറക്റ്റ് 1.5 കിട്ടണമെന്നില്ല. ഞാൻ പറയുന്നത് എനിക്ക് കിട്ടിയത് 1.56 ആണ് കിട്ടിയത് ആറിന്റെ വാല്യൂ. 1.6ന്റെ വാല്യൂ ഒരു ഏകദേശം ഒരു നടുക്കായിരിക്കും ഒരു കർവിങ് വരുന്നത്. കർവ് വരുന്നുണ്ട്. നമുക്ക് എനിക്ക് കിട്ടിയത് 0.3 ആണെന്ന് വിചാരിക്കും പിന്റെ വാല്യൂ. അപ്പോൾ 0.3 പി അടിയാണത് അവിടെ 0.3. അപ്പോൾ അല്ലെങ്കിൽ 0.35 ആണെങ്കിൽ ഈ നടുക്ക് നല്ല മുകളിലേക്ക് ഇങ്ങനെ പോവുക. മുകളിലേക്ക് പോയി നിനക്ക് വേണ്ട കർവ് കൂടിയായിരുന്നു. കർവ് വരുന്നത് ഈ രണ്ട് നടുക്ക കൂടിയായിരിക്കും. അപ്പോൾ അത് കൂടി അസ്യൂം ഈ പോയിന്റ് കറക്റ്റ് ഒരു പോയിന്റ് നോക്കുക. ഇങ്ങനെ വന്നതാ ഇവിടെ കട്ട് ചെയ്യുന്നുണ്ട്. ആ കർവിൽ കട്ട് ചെയ്യുന്നതിൻ്റെ ഇടത് ഭാഗത്തുള്ള, അതായത് ഇവിടെ 1 ആണ്, ഇത് 0.9 ആണ്. അപ്പോൾ ഇവിടെ കറക്റ്റ് എത്തുമ്പോൾ 0.98 0.95 അങ്ങനെ ഏതെങ്കിലും ഒരു വാല്യൂ എടുക്കാം. അങ്ങനെയാണ് എഫിന്റെ വാല്യൂ എടുക്കുന്നത്. ഓക്കെ, ഏത് ക്വസ്റ്റ്യൻ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ പോലെ നമ്മൾ മാറ്റി എടുക്കും. മനസ്സിലായോ? നമുക്ക് വരുന്നത് ക്രോസ് ഏത് ഫ്ലോ ആണ് വരുന്നത്, അത് ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണെന്നുള്ളത്. അങ്ങനെയാണ് നമ്മൾ ഈ ഡാറ്റ ബുക്ക് വെച്ചിട്ട് എഫിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഈ 4 ഫിഗർ പറഞ്ഞിട്ടുള്ളത്. റൈറ്റ്? ഐ തിങ്ക് ഇറ്റ് ഈസ് ക്ലിയർ. റൈറ്റ്? സംശയം ഉണ്ടോ ആരെങ്കിലും? ഉണ്ടെങ്കിൽ ഉണ്ടെന്നും പറയാം, ഇല്ലെങ്കിൽ ഇല്ലാന്നും പറയാം. ഓക്കെ, ശരി. അപ്പം നമുക്കൊരു പ്രോബ്ലം ചെയ്താലോ? ഇത് മനസ്സിലാകാൻ വേണ്ടി ഒരു പ്രോബ്ലം അത് കയ്യോടെ അങ്ങ് മനസ്സിലാക്കുകയും ചെയ്യുക, പഠിക്കുകയും ചെയ്യുക. സോ പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. കറക്ഷൻ ഫാക്ടർ വരുന്ന അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡിഫറെൻറ്റ് മെത്തേഡ് വരുന്ന പ്രോബ്ലം എങ്ങനെയാണെന്നുള്ളത്. ഒരു പ്രോബ്ലം, പ്ലീസ് റൈറ്റ് ഡൗൺ എ പ്രോബ്ലം. കാൽക്കുലേറ്റ് ഫോർ ദി ഫോളോയിങ് കേസസ്. Calculate for the following cases. Please write down a problem. Calculate for the following cases. Calculate for the following cases. For the following cases. The surface area required. Surface area required. Surface area required for a heat exchanger. For a heat exchanger to cool 3,200 kilogram per hour. 3,200 kilogram per hour of benzene. Bracketly Cp equal to Cp value. Cp equal to 1.74 kilojoule per kilogram degree Celsius. Kilojoule per kilogram 1.74. Bracket close here. From cool ചെയ്യാൻ from benzene from 72 degrees Celsius to 42 degrees Celsius. Okay, full stop. The cooling water bracketly Cp equal to 4.18 kilojoule per kilogram degree Celsius. 4.18 at 15 degrees Celsius. Has a flow rate of m dot h to Cp h value, m dot c Cp c value ആണ് പറഞ്ഞത്. ഇവിടെ ഇപ്പോൾ ഫ്ലോ റേറ്റ് ഓഫ് 2,200 kilogram per hour. 2200 kilogram per hour. m dot h value, m dot c value. സോ ഇത് തന്നിട്ടുള്ളത് കിലോഗ്രാം പെർ അവറിലാണ്. നമ്മൾ ആദ്യമേ കൺവേർട്ട് ചെയ്ത് കിലോഗ്രാം പെർ സെക്കൻഡിലാക്കണം. എങ്ങനെ കിലോഗ്രാം പെർ ഹവറിന് കിലോഗ്രാം പെർ സെക്കൻഡിലാക്കുക? ദാറ്റ് ഈസ് സെക്കൻഡ് എന്ന് പറയുമ്പോൾ മിനിറ്റ് എന്ന് പറയുമ്പോൾ 60 × 60 3600 ഡിവൈഡ് ചെയ്താൽ മതി. കാരണം ഹവർ അടിയിലാണ് വരുന്നത് അല്ലേ. കിലോഗ്രാം പെർ ഹവറാണ്. അപ്പോൾ ഹവറിനെയാണ് നമുക്ക് മാറ്റേണ്ടത്. അപ്പോൾ ഹവർ ഇൻറ്റു 3600 ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ്സിലേക്കാവും. അപ്പോൾ കിലോഗ്രാം പെർ സെക്കൻഡ് ആക്കണമെങ്കിൽ ഈ പെർട്ടിക്കുലർ വാല്യൂ ഡിവൈഡ് ബൈ 3600 ചെയ്താൽ മതി. തന്നിട്ടുള്ളത് 3200 ആണെങ്കിൽ m dot h equal to 3200 ഡിവൈഡ് ബൈ 3600. സോ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിട്ടില്ല. ഫോളോയിങ് കേസസ് ആണ്. ഫസ്റ്റ് കേസ് എന്താണെന്ന് വെച്ചാൽ സിംഗിൾ പാസ് കൗണ്ടർ ഫ്ലോ.
single pass counter flow. Okay, second case, 1-4 exchanger. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ മനഃപൂർവ്വം ക്വസ്റ്റ്യൻ ഇട്ടാണ്. കാരണം 1-4 എക്സ്ചേഞ്ചർ എന്ന ചോദ്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ വിചാരിക്കുന്നത്? 1-4 എക്സ്ചേഞ്ചർ മീൻസ് 1 ഷെൽ ആൻഡ് 4 ട്യൂബ്. 1-4 എക്സ്ചേഞ്ചർ 1 ഷെൽ പാസ് ആൻഡ് 4 ട്യൂബ് പാസ്. ഓക്കെ, 1-4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ക്വസ്റ്റ്യൻ വന്നാലും 1-4 എന്ന് പറഞ്ഞാൽ ഒരു ഷെല്ലും 4 ട്യൂബ്. 2-4 എന്നാണെങ്കിൽ 2 ഷെല്ലും 4 ട്യൂബ്. Third condition, cross flow single pass with water mixed and benzene unmixed. With water mixed and benzene unmixed. അതായത് ഒരു one fluid is mixed and other is unmixed. Cross flow. Okay. For each configuration, in general, for each configuration, എല്ലാ കേസിലും the overall heat transfer coefficient may be taken as U. The overall heat transfer coefficient is taken as 0.28 kilowatt per meter square degree Celsius. യുവിൻ്റെ വാല്യൂ തന്നിട്ട് ഡയറക്റ്റ് തന്നിട്ട് നമുക്ക് വേറെ കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. ഫോർ ഈച്ച് കോൺഫിഗറേഷൻ എല്ലാ കണ്ടീഷനും യു വാല്യൂ ഈസ് 0.28 kilowatt per meter square degree Celsius. ഓക്കെ, സോ പ്ലീസ് റൈറ്റ് ഡൗൺ ഗിവൺ ഡാറ്റ എഴുതി വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ അടുത്ത ക്ലാസ്സിൽ തുടങ്ങാം, സ്റ്റാർട്ട് ചെയ്യാം. ഗിവൺ ഡാറ്റ, പ്ലീസ് റൈറ്റ് ഡൗൺ ഗിവൺ ഡാറ്റ. കണ്ടുപിടിക്കേണ്ടതെന്ന് മനസ്സിലായോ? ടു ഫൈൻഡ് the following cases കണ്ടുപിടിക്കേണ്ടത് ഏരിയ ആണ്. Following cases the surface area required a value. So each case you want to write the equation for a value. It is q equal to u a theta m for first unit single pass counter u a theta m. So here you want to find area, that is q equal to u a theta m, q by u theta m, right? Q by u theta m. So find the value of theta m, u and q, and find the value of area here. Second case, that is 1-4 exchanger, that is a multiple pass or a multiple shell multiple pass exchanger. ആ കണ്ടീഷൻ എടുക്കുന്നത് q equal to u a f into theta m and find the value of a. സോ അവിടെ നമ്മൾ f കാണണം. സോ f in the case of single shell and multiple tube, ആ കേസിലുള്ള ഫിഗർ എടുക്കുക, f കാണുക. Thereafter third condition is cross flow heat exchanger, that is cross flow with one mixed and other non-mixed, water mixed and benzene unmixed എന്ന് പറഞ്ഞിരുന്നു. water mixed and benzene unmixed. So you want to take the figure to find the same equation, then same one, q equal to u a f theta m. To find the value of f, you want to take the particular figure of cross flow with one mixed and other unmixed. Okay, അങ്ങനെ 3 കേസിലും ഏരിയനെ ഇക്വേഷൻ കണ്ടുപിടിക്കുക, ഏരിയ കാണും. സോ 2 കേസിലും എഫിന്റെ വാല്യൂ വേറെ ആയിരിക്കും. സെക്കൻഡ് ആൻഡ് തേർഡ് കേസ്. ഫസ്റ്റ് കേസിൽ എഫിന്റെ ഇക്വേഷൻ വരിക, സെക്കൻഡ് ആൻഡ് തേർഡ് you must find the value of f and find the value of area. Simple equation ആണ്. സോ ഫസ്റ്റ് ഗിവൺ ഡാറ്റ എഴുതി വെച്ചിട്ട് വൈൻഡ് അപ്പ് ചെയ്യാം. സോ ഗിവൺ ഡാറ്റ ഈസ് m dot h and m dot c എഴുതി വെക്കുക, കൺവേർട്ട് ചെയ്ത് വെക്കുക. m dot h equal to 3200 kilogram per hour equal to 3200 divided by 3600 kilogram per second. വാല്യൂ എത്രയാണെന്ന് വെച്ചാൽ എഴുതി വെക്കുക. 0.889 ആയിരിക്കും. എത്രയായിരിക്കും വെച്ചാൽ എഴുതി വെക്കുക. ആൻഡ് CPH is given as 1.74 kilojoule per kilogram Celsius. Write down. TH1 72, TH2 42. TC1 is given as 15, but TC2 is not given, right? TC2 വന്നിട്ടില്ല, TC2 കണ്ടുപിടിക്കണം. TC2 want to find out. Okay, m dot value is constant. m dot value constant ആണ്. Mass flow rate is constant. So m dot okay, m dot c is given. Okay, m dot constant. m dot c is given. m dot c തന്നിട്ടുണ്ട്, that is 2200 വന്നിട്ടുണ്ട് അല്ലേ. ഫ്ലോ റേറ്റ്, കോൾഡ് ഫ്ലൂയിഡിന്റെ ഫ്ലോ റേറ്റ് വേറെയാണ് തന്നിട്ടുണ്ട്. ശരിയാ, ഫ്ലോ റേറ്റ് m dot വാല്യൂ തന്നിട്ടുണ്ട്
ടോട്ടൽ ക്യൂ ആണ് ക്വസ്റ്റ്യൻ. എം ഡോട്ട് 2200 ഡിവൈഡ് ബൈ 3600 കണ്ടുപിടിക്കുക. CPC ഈസ് ഗിവൺ ആസ് 4.18. TC 115 വന്നിട്ടുണ്ട്. U ഈസ് 0.28 കിലോ വാട്ട് പെർ, അതാണ് 0.28 കിലോ വാട്ട് പെർ മീറ്റർ ഡ്യൂ സെൽഷ്യസ്. യു വാണ്ട് ടു ടേക്ക് കിലോ നമുക്ക് ഒഴിവാക്കണം. സോ ദ യൂണിറ്റ് ഫോർ ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് ഈസ് വാട്ട് പെർ മീറ്റർ സ്ക്വയർ സെൽഷ്യസ് ആണ്. സോ കിലോ മാറ്റുക, ഇൻറ്റു 10⁻³ ചെയ്യുക. ദാറ്റ് ഈസ് 280 U ഈക്വൽ ടു 280 വാട്ട് പെർ മീറ്റർ സ്ക്വയർ ഡിഗ്രി സെൽഷ്യസ് കിട്ടും. ഓക്കെ, Q. ആൻഡ് ഫസ്റ്റ് യു വാണ്ട് ടു ഫൈൻഡ് TC2 വാല്യൂ ആണ്. TC2 കാണണം. ദെയർആഫ്റ്റർ 1, 2, 3 കാണുക. ഫസ്റ്റ് യു വാണ്ട് ടു ഫൈൻഡ് ജനറൽ കണ്ടീഷനിൽ നമ്മൾ TC2 കാണുക. TC2 ആണെങ്കിൽ Q ഈക്വൽ ടു m ഡോട്ട് h CPH TH TC2 ഈക്വൽ ടു m ഡോട്ട് h C CPC TC1 TC2 മൈനസ് TC1. ആ ക്യൂവിൻ്റെ ഇക്വേഷൻ ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ എടുത്ത ഇക്വേഷൻ, ദാറ്റ് ഇക്വേഷൻ, പെർട്ടിക്കുലർ ഇക്വേഷൻ, ഈ ഇക്വേഷൻ ഈക്വൽ ടു ദിസ് ഈക്വൽ ടു എഴുതുക. സോ ഇതിൽ അറിയാത്ത ഒരേ ഒരു അൺനോൺ വാല്യൂ വിൽ ബി TC2 ആയിരിക്കും. ദ ഓൺലി അൺനോൺ വാല്യൂ ഹിയർ ഇറ്റ് ഈസ് TC2 ആയിരിക്കും. Okay, so using that equation you can find the TC2 value, and thereafter 1, 2, 3 നമുക്ക് നാളെ കണ്ടിന്യൂ ചെയ്യാം. സോ ഞാനിപ്പോൾ എടുത്ത കാര്യങ്ങൾ, അതായത് എങ്ങനെയാണ് എഫ് കാണേണ്ടത്, ആ പി ക്വസ്റ്റ്യൻ 6 കാണുക, എൻ്റെ എങ്ങനെയാണ് എഫ് കാണേണ്ടത്, എഫ് കണ്ടിട്ട് രണ്ട് കേസും എഫ് വരുന്നുണ്ടാവുക. ഫസ്റ്റ് കണ്ടീഷനിൽ 0.9 ആണ്, സെക്കൻഡ് കണ്ടീഷൻ 0.92 ആണ് ടെക്സ്റ്റ് കിട്ടിയിട്ടുള്ളത്. എഫിൻ്റെ കണ്ടീഷൻ ഫസ്റ്റ് 0.9ഉം സെക്കൻഡ് 0.92 ആണ്. സോ നിങ്ങൾ എങ്ങനെയാണ് അത് കണ്ടുപിടിക്കുന്നത്, ഇങ്ങനെയാണ് നമ്മളത് കണ്ടുപിടിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഒന്ന് നാളത്തേക്ക് സോൾവ് ചെയ്തിട്ട് വരിക. ഓക്കെ, TC2 കാണുക, 1, 2, 3ൻ്റെ ഏരിയ കാണുക, കണ്ടിട്ട് വരിക. അടുത്ത ക്ലാസ്സിലേക്ക് രണ്ട് കണ്ടീഷനിലും m ഡോട്ട് h m ഡോട്ട് സിയും 3000 ഡിവൈഡ് ചെയ്തിട്ട് kg/s ആക്കണം. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ 3 ഇക്വേഷൻ അത് TC2 കാണാൻ വേണ്ടി മാത്രമേ വേണ്ടൂ. thereafter finding the value of area from UA theta m or UAF theta m എന്ന് ഏരിയ കണ്ടുപിടിച്ചിട്ട് നാളത്തേക്ക് വരികയാണെങ്കിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പെട്ടെന്ന് പോവുക. നിങ്ങൾക്ക് പ്രോബ്ലം പഠിക്കുകയും ചെയ്യും. ഈ പ്രോബ്ലം അത് ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം ആയതുകൊണ്ടാണ് വന്നത്. സോ ട്രൈ ചെയ്യുക എല്ലാവരും. ഒന്ന് ഈ ഉച്ചയ്ക്ക് ശേഷം സമയം ഉണ്ടെങ്കിൽ ഒന്ന് ഈ പ്രോബ്ലം ഒന്ന് ചെയ്യാൻ ഒറ്റയ്ക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഡാറ്റ ബുക്ക് കയ്യിലുണ്ടാവില്ല, ചെയ്തിട്ട് നാളെ വരിക, അല്ലെങ്കിൽ നാളെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ദാറ്റ്സ് ഫോർ ടുഡേ. Okay, sir.